കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഓണമായിട്ട് ഓണം സാരീസ് ഒന്നും കാണിച്ചില്ല എന്ന് എല്ലാവരും പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഞാനൊരു റാൻഡമായിട്ട് ഒന്ന് കാണിച്ചപ്പം അതിനകത്ത് കുറേ ഒരു സാരി കാണിച്ച് എല്ലാവരും ചോദിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ സാരീസ് കുറച്ച് നമുക്ക് ചെയ്തിട്ടുള്ളൂ. മെയിൻലി നമ്മൾ കുർത്തീസ് ആണല്ലോ. അപ്പോൾ ഞാൻ നമ്മളുടെ ഇവിടെ ഉള്ള കളക്ഷൻസിൽ നിന്ന് റെഡി ടു ഡെസ്പാച്ച് ആയിട്ടുള്ള കുറച്ച് സാരീസ് കാണിച്ചു തരാം. നമ്മളൊരു ഹാൻഡ് പിക്ഡ് എന്ന് പറയില്ല, അതുപോലെ അത്രയും ഒരുപാടൊന്നുമില്ല, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട് എടുത്തേക്കുന്നതാണ്. ഇതുപോലെ ഇത് കണ്ടോ, ടിഷ്യൂ ഇതിനകത്ത് വരുന്നതാണ് കേട്ടോ. ആണ് ഇതിൻ്റെ ഫുൾ ഒരു സൈഡ് വരുന്നത്. എന്നിട്ട് ഇതിനകത്തോട്ട് നമുക്ക് ഉള്ളിലത്തെ പോർഷനിൽ വരുന്ന ഇതുപോലെ ഈ ഒരു ചെറിയ ഒരു മോട്ടീഫ് വരുന്നുണ്ട് കണ്ടോ. ഒരു മാംഗോ മോട്ടീഫ് അല്ലേ അത്, മാംഗോ വരുന്നുണ്ട്. പിന്നെ അത്രയും നമ്മൾ കുത്തുന്ന പോർഷനിലേക്ക് വരുമ്പം ഇതുപോലെ ഓരോന്നായിട്ട് ഇതുപോലെയാണ് വരുന്നത്. അടിപൊളിയാട്ടോ, നല്ല രസമുണ്ട് ഇതുപോലെ. അപ്പം ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള മുന്താണ് ഇതുപോലെ കണ്ടോ. ഇതാണ് ഫസ്റ്റ് സാരി. അപ്പം ഇതിൻ്റെ തന്നെ ഈ ഒരു മോട്ടീഫ് വന്നിട്ടില്ലേ, അതിലേക്ക് കുറച്ച് ഒരു റെഡ് കളർ വരുന്നതും അടുത്തത് ഗ്രീൻ കളർ സെയിം തന്നെയാണ് കണ്ടോ. ആ ഒരു ഇതിനകത്ത് ഫ്ലവർ നമുക്ക് റെഡ് വരുന്നതാണ്, ബാക്കി എല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ അകത്തോട്ട് വരുമ്പോഴും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട്, ഞാൻ പറഞ്ഞില്ലേ ഒരുപാടൊന്നും ചെയ്തിട്ടില്ല, ഒരു ഹാൻഡ് പിക്ഡ് ആയിട്ട് കുറച്ച് മാത്രമേ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളൂ. അതിൻ്റെ ഉള്ളിലോട്ടും ഇതുപോലെ ഞാൻ അത് കാണിച്ചിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. സിംഗിളായിട്ട്, പിന്നെ അത് നോർമൽ പോലെ തന്നെ സിംഗിളായിട്ട് ഇതുപോലെ നല്ല രസമില്ല നോക്കി കണ്ടോ. അപ്പം ഇതാണ് ഇതിൻ്റെ മുന്താണി. ഇതാ നേരത്തെ കാണിച്ച പോലെ ഇതേപോലെ. ഓക്കെ, ഇനി അടുത്ത ഇതിൻ്റെ തന്നെ ഗ്രീനാണ്, സെയിം തന്നെ കണ്ടോ. ഗ്രീന് ഇതേപോലെ തന്നെ ആ ഒരു ഗ്രീൻ വന്നിട്ട് അപ്പോൾ ഉള്ളിലോട്ട് വരുമ്പോൾ അതിൻ്റെ ഫുൾ ഗ്രീൻ. അടിപൊളി. ഗ്രീൻ ബ്ലൗസ് ഒക്കെ ഇട്ടാൽ നല്ല രസമായിരിക്കില്ലേ ഇതുപോലെ. എനിക്കിത് കൊടുത്ത് കാണിക്കണമെന്നുണ്ടായിട്ടോ, പക്ഷെ അങ്ങോട്ട് എന്താ പറയുക, ബ്ലൗസൊക്കെ ഇതായിട്ട് ഇച്ചിരി സമയം പിടിക്കും. അപ്പോൾ ഇതാണത് ഇതുപോലെ ഗ്രീനുകളായിട്ട് ആ ഒരു ഗോൾഡനും എല്ലാം കൂടെ മിക്സ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഗ്രീന്. നല്ല ഭംഗിയായിട്ടോ, ഗ്രീനൊക്കെ ഗ്രീൻ കളർ ബ്ലൗസൊക്കെ ഇട്ടാൽ. അപ്പം ഇതാണ് ഗ്രീനിൻ്റെ ലുക്ക് വരുന്നത്. ഓക്കെ, ഇനിയും നമുക്ക് ഈ കളർ, ഇത് വലിയ ഒരു ടെമ്പിൾ ബോർഡർ ഒക്കെ വരുന്ന, എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ് ഈ ടെമ്പിൾ ബോർഡർ വരുന്നത്. ഇത് കണ്ടോ, ഇതിൻ്റെ മുന്താണി നോക്കി ഭയങ്കര ഭംഗിയായിട്ട് ടെമ്പിൾ ബോർഡർ വരുന്നത് ഇതുപോലെ. എന്നിട്ട് അതിൻ്റെ ഉള്ളിലോട്ടും ഈ ഒരു ഇത് മുന്താണിയാന്ന് തോന്നുന്നു കേട്ടോ. ഇതാണ് മുന്താണി വരുന്നത്. മുന്താണി ഇതാണ് ഇതുപോലെ ഈ ഒരു സൈഡിലോട്ട് ടെമ്പിൾ ബോർഡർ വന്ന്, എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്കും ഈ ഒരു ചെറിയ ഡിസൈൻ ആട്ടോ. അടിപൊളി, നല്ല രസം, കുഞ്ഞു ഡിസൈൻ. ഒത്തിരി വേണ്ട, വലിയ ഡിസൈൻ വേണ്ട എന്നുള്ളവർക്ക് ഇത് കണ്ടോ, ചെറിയ ഗോൾഡൻ കളർ മോട്ടീഫാണ് ഇതിൻ്റെ അകത്തോട്ട് വരുന്നത്. അപ്പം ഇതാണ് ഇതിൻ്റെ ബോർഡർ വരുന്നത്. കൊണ്ടുവന്നത് നോക്കി, താഴേക്ക് ഈ ഒരു വലിയ ബോർഡർ വരും കണ്ടോ, ഈ ബോർഡർ. എന്നിട്ട് മിഡിലാണ് മുന്താണിയുടെ ഇതുപോലെ വരുന്നത്. എന്നിട്ട് എൻഡിൽ ഇത് ടിഷ്യൂ അല്ല, ഹാൻഡ്ലൂം കോട്ടൺ ആണ്. ഇത് കണ്ടോ നോക്കി, നോർമൽ. ഇത് ക്രീം ഇങ്ങനെ വേണം എന്നുള്ളവർക്ക്, ഒരു കോടി കളറൊക്കെ വേണം എന്നുള്ളവർക്ക് ഇതുപോലെ 2 ബോർഡർ താഴേക്ക് വരും. എന്നിട്ട് ഇതേപോലെ. ഓക്കെ, സിമ്പിളായിട്ട് നല്ല രസമായിട്ട് സിൽവറിൻ്റെ ബോർഡർ വന്നിട്ട് ഇതുപോലെ. ഇതിലൊരു ചെക്സ്, ഒരു ലൈൻസ് ഉണ്ട് കേട്ടോ, ചെറിയ സിൽവർ ലൈൻസും കൂടി ഉണ്ട്, പ്ലെയിൻ അല്ല ഉണ്ട് ഉള്ളിൽ. അപ്പം നല്ല രസമാണ്, ഇതൊരു വെറൈറ്റിയാണ് സിൽവർ കളർ. ഇന്ന് ഓൾ ഓവർ ലൈൻസ് പോയിട്ടുണ്ട് കേട്ടോ. ക്ലോസ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ഇനി ഭയങ്കര ആഗ്രഹമായിരുന്നു നമ്മൾ ഈ സോഫ്റ്റ് നെറ്റ് കോട്ടയാണ് എല്ലാവരും ഫാബ്രിക് ഒക്കെ ചോദിച്ചപ്പോൾ എനിക്ക് ഇത് കണ്ടോ, സോഫ്റ്റ് ഡയബിൾ കോട്ട നെറ്റ് കോട്ടയാണ്, ഭയങ്കര സ്മൂത്ത് ആയിട്ട് ഡയബിൾ ഫാബ്രിക് ആണ്. നമ്മളിപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഈ എന്താ മൽക്കോട്ടൺ സാരീസ് ഒക്കെ ഇല്ലേ, അപ്പം ഞാൻ അത് കാണുമ്പം എല്ലാം കോമൺ ആണല്ലോ, ഞാനും കുറേ അത് എടുക്കണമെന്ന് വിചാരിച്ചു. പക്ഷെ എല്ലാം കോമൺ ആണല്ലോ എന്ന് വെച്ചിട്ട് അപ്പം ഞാൻ ഇതിനകത്ത് വെറൈറ്റി നമ്മൾ ചെയ്തു, ഈ ബോർഡർ വെച്ചിട്ട് ഈ ഒരു കോട്ടൺ. പക്ഷെ ഇത് നമ്മൾ വാഷ് ചെയ്യുമ്പം ഡ്രൈ വാഷ് ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ ഈ കളർ ചിലപ്പം എനിക്കറിയില്ല, ഈ ക്രീമിലോട്ട് എനിക്ക് പേടിയാണ് കയറി പിടിച്ചാലോ എന്ന് വെച്ചിട്ട്. പക്ഷെ നമ്മളിത് അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ഇതിൻ്റെ താഴേക്ക് കണ്ടോ, നമ്മൾ വലിയ ബോർഡർ ആയിട്ടാണ് ചെയ്തേക്കുന്നത്. എന്നിട്ട് മുന്താണി ഇതേപോലെ ഈ ലൈൻസ് കൊടുത്ത്, നല്ല രസമില്ലേ മുന്താണി ഇതുപോലെ ലൈൻസ് കൊടുത്ത്. ഞാനിതൊന്ന് വെച്ച് കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ മുന്താണി ഇതുപോലെ ഈ ഒരു സൈഡിലോട്ട് ഇങ്ങനെ കണ്ടോ, നല്ല രസമില്ലേ. അപ്പം ഇങ്ങനെ ഉണ്ടാവും ഇതിൻ്റെ ഒരു ലുക്ക്, ഇതേപോലെ ആയിരിക്കും. അപ്പോൾ ഇത് കുറച്ച് നമ്മൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത് ഒരുപാട് ചെയ്തിട്ടില്ല, കുറച്ചേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ഇതാണ് കണ്ടോ മുന്താണി നമ്മൾ ഇതേപോലെ ചെയ്ത്, എന്നിട്ട് താഴേക്ക് വലിയ ബോർഡറും മുകളിലോട്ട് ചെറിയ ബോർഡറും വെച്ചിട്ട് ഇതേപോലെ ചെയ്തിട്ടുണ്ട്. അപ്പം ഓർഗൻസ സ്മൂത്താണ് കേട്ടോ. ഇതുപോലെ ഒരു ചെയ്തിട്ടുണ്ട്, ഇതും നമ്മൾ ചെയ്തേക്കുന്നതാണ്. ഇതുപോലെ കണ്ടോ, താഴേക്ക് ഈ ഒരു ബോർഡർ ടെമ്പിൾ ബോർഡർ തന്നെ കാണിച്ചു, നിങ്ങൾക്ക് കാണാമോ എന്നല്ല. ടെമ്പിൾ ബോർഡർ വന്നിട്ട് ഉള്ളിൽ ചെക്സ് ഒക്കെ ആയിട്ട് ഇതേപോലെ, മുകളിലോട്ട് ചെറിയ ബോർഡറും ഇത് കണ്ടോ ഇതുപോലെ. എന്നിട്ട് നമ്മൾ അതിൻ്റെ എൻഡിൽ ഇതുപോലെ ഒരു ചെറിയ ടാസിൽസ് ഈ ഒരു ഗോൾഡൻ കളർ ഇത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു ലുക്ക് വരുന്നത് കണ്ടോ.
ഇതും ഓപ്പൺ ചെയ്ത് ഞാൻ കാണിച്ചത് ഇതുപോലെയാണ് വരുന്ന ഈ സാരി. ഓക്കെ, അടിപൊളിയായിട്ട് ഇപ്പോൾ സ്മൂത്ത് ആയിട്ട് എല്ലാവരും ഇപ്പോൾ സാരീസ് നമ്മൾ ആ ഒരു ദിവസം ഇട്ടാലും വേറെ ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോൾ ഇടണം. അതായത് ഇങ്ങനെ ഓണം സെലിബ്രേഷൻസ് ആണ്, അപ്പോഴൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു ഇതിനകത്തോട്ട് ഇത് കണ്ടോ നല്ല അടിപൊളിയായിട്ട് ചെറിയ, അതായത് ഒരു ഡൾ ബോർഡർ എന്ന് പറയില്ലേ, ഡൾ കസവ് ത്രെഡാണത്. അപ്പോൾ അത് ഒത്തിരി ഹൈലൈറ്റ് ചെയ്യാതെ ഇതിൻ്റെ ബോർഡറൊക്കെ കണ്ടോ ഇതുപോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട്. ഇതിൻ്റെ മുന്താണില്ല, നമ്മളിത് കട്ട് ചെയ്ത് ഇതാക്കിയേക്കുന്നത്, നമ്മൾ ഇത് ചെയ്തേക്കുന്നതാണ് കേട്ടോ. ഇതിൻ്റെ ചെറിയൊരു ബോർഡറിൽ വീവിങ് കണ്ടോ നല്ല. അപ്പം ഇതും നമ്മൾ നല്ല രസമായിരിക്കും. നമ്മൾ ഈ കളറ് ബ്ലൗസൊക്കെ കോമ്പിനേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പോലെ തന്നെ ചെയ്യണമെങ്കിൽ ഈ ഒരു ലുക്കായിരിക്കും ഈ സാരി വരുന്നത്. ഓക്കെ, കണ്ടോ ഇതുപോലെ ആയിരിക്കും. ഓക്കെ, ഇതുപോലെ ഡ്രേപ്പ് ചെയ്ത് ഞാൻ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും. ഇത് കണ്ടോ. അപ്പോൾ നമുക്ക് 1 ലെയർ ഇടണമെങ്കിൽ തന്നെ ഈ കോമ്പിനേഷനിലോട്ട് ഈ ബ്ലൗസൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും. ഇതിന് നല്ലൊരു ഭയങ്കര ഹെവി ആയിട്ട് കുറച്ചും കൂടെ ബോർഡർ തോന്നാനായിട്ട് ഈ ഒരു കോമ്പിനേഷൻ. ഇത് കണ്ടോ ഈ സാരി, ഇത് നമ്മൾ നല്ല എന്താ പറയുക ഒരു സിൽക്കി മെറ്റീരിയലാണ്. ഇതിൻ്റെ ബോർഡർ കണ്ടോ ഇതുപോലെ 4 ഇത്രയും ലെയർ ആയിട്ട്. അപ്പം ഇതും ചെയ്താൽ നല്ല രസമായിരിക്കും. ഇതിനൊക്കെ നല്ല കോൺട്രാസ്റ്റ് ആയിട്ട് ഈ ഒരു ബ്ലൗസൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. ഇതിനും നമുക്ക് മുന്താണി ബോർഡർ ആയിട്ട് കൊടുത്തിട്ടില്ല. അതായത് ഇങ്ങനെ നമ്മളിപ്പോൾ ഇതുപോലെ ഇത് കഴിഞ്ഞാൽ ചെറിയ പ്ലീറ്റ്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. കണ്ടോ, അപ്പോൾ നല്ല രസമായിരിക്കും. ഓക്കെ, ഞാൻ കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പം ഇത്രയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ബുക്ക് ചെയ്തിട്ട് നമ്മൾ വിത്തിൻ 2-3 ഡേയ്സ് നമ്മൾ ഡെസ്പാച്ച് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. അത് എത്ര മീറ്റർ വേണ്ടതാണ്? 5.5 മീറ്റർ ആണ്. നിങ്ങൾക്ക് ഒരു സെയിം തന്നെ ബ്ലൗസിന് സെയിം തന്നെ യൂസ് ചെയ്യണം എന്നുള്ളവർക്ക് അതും പറഞ്ഞാൽ മതി. ഓക്കെ, ഞാനിപ്പോൾ ബ്ലൗസ് നേരത്തെ മാനിക്വിൻ ഡ്രേപ്പ് ചെയ്തത് കാണിച്ചു തരാം. സോറി, എല്ലാവരും മാനിക്വിന് ഡ്രേപ്പ് ചെയ്ത പാറ്റേൺ ചോദിച്ചായിരുന്നു കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മൾ പ്യൂർ ആയിട്ടുള്ള മൽക്കോട്ടൺ ഫാബ്രിക്കിലോട്ട് ഗോൾഡൻ കളറ്. ഇത് ഒരു ജറി അല്ല, ശരിക്കും പറഞ്ഞാൽ ഗോൾഡൻ ഒരു വീവിങ് ആണ് അതിൻ്റെ അകത്തേക്ക് പോയിരിക്കുന്നത്. കണ്ടോ, അതാണ് നല്ല അടിപൊളിയായിട്ട്. അപ്പോൾ ഇതാണ് ഞാൻ ആ മാനിക്വിനെ വെച്ചിരുന്ന മെറ്റീരിയൽ. മാനിക്വിൻ ഡ്രേപ്പ് ചെയ്തത് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. സാഗ് വരുന്ന ഒരു റണ്ണിങ് മെറ്റീരിയലാണ് അത് ആക്ച്വലി നമ്മൾ ഡിസൈൻ ചെയ്തേക്കുന്ന കേട്ടോ. ഇതുപോലെ ഈ റണ്ണിങ് മെറ്റീരിയലാണ്. ഇതുപോലെ ഒരു 2 സൈഡ് ബോർഡറൊക്കെ ആയിട്ട് വരുന്ന ഇതുപോലത്തെ ഈ ഒരു ഫാബ്രിക്കാണ്. നോർമൽ പ്യൂർ അല്ല, ജോർജറ്റിലോട്ട് വന്നിരിക്കുന്ന ഈ ഒരു ഇതിനകത്തോട്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസം മാനിക്വിനെ ഡ്രേപ്പ് ചെയ്യാൻ കാണിച്ചു തരാവുന്നതും കൂടെ. ഓക്കെ, അപ്പോൾ